മറ്റൊരു വാർത്ത നോക്കാം. കൊല്ലം പള്ളിമണിൽ ഒത്തുതീർപ്പായ കേസിൽ അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസ് ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്തു. കൊല്ലം പള്ളിമൺ സ്വദേശി അജിയുടെ വീട്ടിലാണ് ഇന്നലെ ചാത്തന്നൂർ സിഐയും സംഘവും എത്തിയത്. തന്റെ പേരിൽ കേസില്ലെന്ന് പറഞ്ഞിട്ടും പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അജിയുടെ പരാതി. കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും വാറണ്ട് നിലവിലുണ്ടായിരുന്നെന്നുമാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം. കൊല്ലം പള്ളിമണിൽ നിന്നാണ് വിവരങ്ങൾ. വിനീഷ് അല്പസമയത്തിനകം ചേരും. ഒത്തുതീർപ്പായ കേസാണ്, എന്നിട്ടും അർദ്ധരാത്രി വീട്ടിൽ കയറി പോലീസ് ഗൃഹനാഥനെ കസ്റ്റഡിയിലെടുത്ത സംഭവമാണ്. ഈ കേസ് അവസാനിച്ച കാര്യം അറിഞ്ഞില്ല എന്നാണ് സിഐ പറയുന്നത്. അതിൽ ഇപ്പോൾ പോലീസിനെതിരെ പരാതി വന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഒത്തുതീർപ്പായ കേസിൽ എന്തുകൊണ്ട് രാത്രി വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത ഒരു കാര്യം. ചാത്തന്നൂർ സിഐക്കെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. കൊല്ലം പള്ളിമൺ സ്വദേശിയായുള്ള അജിയുടെ വീട്ടിലാണ് ഇന്നലെ ചാത്തന്നൂർ സിഎം സംഘം എത്തിയത്. വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ വിഷയം അറിഞ്ഞില്ല, ഈ കേസില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടും അത് പോലീസ് അംഗീകരിച്ചില്ല, സിഐ അംഗീകരിച്ചില്ല എന്ന് തന്നെയാണ് ഗൃഹനാഥന്റെ മൊഴിയല്ലേ? വിനീഷ് കേൾക്കാമല്ലോ അല്ലേ? ചാത്തന്നൂർ സിഐക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഏതായാലും പോലീസ് കേസ് തന്റെ പേരിലുള്ള കേസ് അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടും പോലീസ് രാത്രി വീട്ടിലെത്തി അതിക്രമം നടത്തി എന്നാണ്. വിനീഷ് കേൾക്കാമെങ്കിൽ വിശദാംശങ്ങൾ എന്താണ്? ഇത് പോലീസ് ഇത് അറിഞ്ഞിട്ടും പോലീസിനോട് ഈ കാര്യം പറഞ്ഞിട്ടും പോലീസ് അത് കൂട്ടാക്കിയില്ല എന്നാണോ സിഐക്കെതിരെയുള്ള മൊഴി തന്നെ? തീർച്ചയായും അപർണ, കഴിഞ്ഞ ദിവസമായിരുന്നു പള്ളിമൺ സ്വദേശി അജിയുടെ വീട്ടിൽ ചാത്തന്നൂർ സിഐ സംഘവും എത്തുകയും ഉടൻ തന്നെ അജി തന്റെ പേരിൽ കേസില്ലെന്ന് പറഞ്ഞിട്ടും വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തിയെന്നാണ് ഇപ്പോൾ അജിയുടെ പരാതി ഉയർന്നിരിക്കുന്നത്. വസ്ത്രം മാറാൻ പോലും സമയം നൽകാതെ ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിൽ നിന്ന് പിടിച്ചിറക്കി ബലാത്കാരമായി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അജി പരാതി നൽകിയിരിക്കുന്നത്. അർദ്ധരാത്രി 12 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിന്റെ പിന്നിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ പരാതിക്കാരനെ തെറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മുൻപ് ഇയാളുടെ പേരിൽ ഒരു കേസുണ്ടായിരുന്നു. ഈ കേസ് കോടതി മുഖേന ഒത്തുതീർപ്പായ കേസാണ്. എന്നാലും നിലവിൽ ഇതിന്റെ വാറണ്ട് നിലവിലുണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ വാറണ്ടുമായിട്ടാണ് പോലീസ് എത്തുകയും അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതെന്നാണ് പോലീസിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു വിശദീകരണം. പക്ഷെ ഇയാൾക്ക് ഉണ്ടായ ഈ മാനസികാഘാതത്തിനെതിരെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. പറഞ്ഞ NCP സംസ്ഥാന അധ്യക്ഷനാകാൻ തയ്യാറെടുത്ത തോമസ് കെ തോമസ് ഇന്ന് മുംബൈയിലെത്തി ദേശീയ നേതൃത്വത്തെ കാണും. തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്നാവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ ശരത് പവാറിന് ഇമെയിൽ സന്ദേശം അയച്ചു.